പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. കോഴിക്കോട് മലാപ്പറമ്പിൽ പെൺവാണിഭ സംഘം പിടിയിൽ. മലാപ്പറമ്പ് ഈയപ്പാടി റോഡിലെ അപ്പാർട്ട്മെന്റിൽ നടത്തിയ റെയ്ഡിലാണ് 9 പേർ പിടിയിലായത്. പിടിയിലായവരിൽ 6 സ്ത്രീകളും 2 ഇടപാടുകാരുമുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി അഭിന ചേരുന്നു. അഭിന, കോഴിക്കോടാണ് പെൺവാണിഭ സംഘം പിടിയിലായിരിക്കുന്നത്. വിവരങ്ങൾ എങ്ങനെയാണ്? വൃന്ദ, ഇന്ന് ഉച്ചയോടുകൂടി ഏകദേശം 12:30 ഈ 9 പേരെ ഇന്ന് നടക്കാവ് പോലീസ് പിടികൂടിയിരിക്കുന്നത്. നടക്കാവ് പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് മലാപ്പറമ്പ് ഈയപ്പാടി റോഡിലെ അപ്പാർട്ട്മെന്റിലെത്തി ഈ 9 പേരെയും പിടികൂടിയിരിക്കുന്നത്. ഇതിൽ സ്ത്രീകൾ ഉൾപ്പെടെ 9 പേരാണ് നിലവിൽ അറസ്റ്റിലായിരിക്കുന്നത്. ഇതിൽ നേരിട്ടുള്ള ആളുകളും അതോടൊപ്പം തന്നെ 2 ഇടപാടുകാരുമാണ് നിലവിൽ പിടിയിലായിരിക്കുന്നത്. ഇവരെ നടക്കാവ് പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. കഴിഞ്ഞ 2 വർഷ കാലയളവിൽ ഇവർ ഇവിടെ തന്നെ ഈ ഒരു അപ്പാർട്ട്മെന്റിൽ താമസിച്ചു വരികയായിരുന്നു. യാതൊരു സംശയവും ഈ അപ്പാർട്ട്മെന്റിലെ മറ്റു ജീവനക്കാർക്കാർക്കും മറ്റു സംശയങ്ങളൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ 2 വർഷവും ഇതേ അപ്പാർട്ട്മെന്റിൽ ഈ 9 ആളുകളും ഈ 2 പേർ നിരന്തരം ഈ ഒരു അപ്പാർട്ട്മെന്റിൽ താമസിച്ചിരുന്നതായിട്ടാണ് ഇവിടുത്തെ ജീവനക്കാർ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായ രീതിയിൽ ഈ പൈസ എല്ലാം നൽകുന്നത് കൊണ്ട് തന്നെ കൂടുതൽ സംശയങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതും ഇവിടുത്തെ ജീവനക്കാർ വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നിലവിൽ 9 പേരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ വ്യക്തമാവുകയുള്ളൂ. പിന്നെ കഴിഞ്ഞ 2 വർഷമായി ഇവർ ഇവിടെ തന്നെ തുടരുകയാണ്. അപ്പാർട്ട്മെന്റിലെ ഉടമകൾക്കാർക്കും ഇവരെക്കുറിച്ച് യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല എന്നാണ് വ്യക്തമാക്കുന്നത്. ഇതോടൊപ്പം തന്നെ 6 സ്ത്രീകളാണ് പിടിയിലായിരിക്കുന്നത്. മൊത്തം 9 പേർ പിടിയിലായിട്ടുണ്ട്. ഇവരിൽ ഇടനിലക്കാരും ഉണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്, അല്ലേ? തീർച്ചയായും വൃന്ദ, ഈ കഴിഞ്ഞ 2 വർഷക്കാലമായി ഇവർ ഇവിടെ തന്നെയാണ് കഴിഞ്ഞു വന്നിരുന്നത്. കോഴിക്കോട് കേന്ദ്രീകരിച്ചാണ് ഇവർ പ്രവർത്തിച്ചു വന്നിരുന്നത് എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. പോലീസ് ഈ 9 പേരെയും നിലവിൽ അറസ്റ്റ് ചെയ്ത് നടക്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇവരെ കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ ഈ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുകയുള്ളൂ. കൂടാതെ കഴിഞ്ഞ 2 തവണ ഈ കോഴിക്കോട്ടെ റെയിൽവേ സ്റ്റേഷൻ സമീപത്ത് വെച്ച് തന്നെ നേരത്തെയും ഇതേ കേസിൽ പെൺവാണിഭ കേസുമായി ബന്ധപ്പെട്ട നേരത്തെ 2 പേരെ ഇതര സംസ്ഥാന തൊഴിലാളിയെ ഉൾപ്പെടെ 2 പേരെ നേരത്തെ തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു. ഈ കാര്യങ്ങളെല്ലാം തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും ഈ 9 പ്രതികളെയും ചോദ്യം ചെയ്യുക. നിലവിൽ ഈ ഒരു സംഭവത്തിൽ സ്ത്രീകളടക്കമുണ്ട് എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം. ഏതായാലും ഈ 9 പേരെയും ഇന്ന് രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടക്കാവ് പോലീസ് ഇന്ന് എത്തി ഏകദേശം 12:30 ഉച്ചയോട് കൂടിയാണ് ഈ പ്രതികളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഏതായാലും ഇവരെ നടക്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് ഇപ്പോൾ കൊണ്ടുപോയിട്ടുണ്ട്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം മറ്റു നടപടികൾ ആരംഭിക്കും എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. വൃന്ദ. ശരി അഭിന.